പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു കുടുംബത്തെ സന്തോഷമുള്ളതാക്കി തീർക്കുക, ആ കുടുംബത്തിൽ ഈശോ സമ്മാനമായി നൽകുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ ചില കുടുംബങ്ങളെങ്കിലും ആരോഗ്യമില്ലാത്ത, എന്തെങ്കിലും ശരീരത്തിൻ്റെ അവയവങ്ങളിൽ കുറവുകളുള്ള കുഞ്ഞുങ്ങൾ രൂപപ്പെടുമ്പോൾ പലരും നൊമ്പരപ്പെടാറുണ്ട്, പലരും അസ്വസ്ഥരാകാറുണ്ട്, പലരും ദൈവത്തിൽ നിന്ന് അകലാറുണ്ട്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബത്തെ ഞാൻ ഒരിടവകയിൽ കണ്ടുമുട്ടി. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞ ആ കുടുംബത്തിൽ ആദ്യമായി പിറന്നത് ഒരു കൈക്ക് ആരോഗ്യമില്ലാത്ത ഒരു കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് അവരെ ദേവാലയത്തിൽ എല്ലാ ദിവസവും വരികയും പ്രാർത്ഥിക്കുകയും അവർ സന്തോഷത്തോടെ കുടുംബജീവിതം മുമ്പോട്ട് നയിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഞാൻ അവരോട് എന്തുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇക്കാര്യത്തിൽ നീങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. അവരെന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്: അവർ കുറേ വർഷങ്ങൾ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ ഈ കുഞ്ഞിൻ്റെ കുറവുകൾ മാറിപ്പോകുവാൻ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കൈക്ക് ബലമില്ലാത്ത കുഞ്ഞിന് ആ കൈക്ക് ബലം കൊടുത്ത് ആരോഗ്യത്തോടെ ഒരത്ഭുതം ചെയ്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തോട് അവർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നാൽ അവരെ ഈ പ്രാർത്ഥന തുടർന്ന് മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഉൾക്കാഴ്ച നൽകി. അതിപ്രകാരമാണ്: ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ദൈവമായ കർത്താവ് പറയുന്നു, ഈ കുഞ്ഞിൻ്റെ ആത്മാവ് പൂർണ്ണമാണ്, ശരീരം താൽക്കാലികമായി നൽകപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് മാത്രമേ ആ ശരീരത്തിന് ആവശ്യമുള്ളൂ. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ ശരീരം മണ്ണോട് ചേരും. പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന നാം കാണുന്ന ശരീരമല്ല, അത് മറ്റൊരു ദൈവദൂതന്മാരുടെ തുല്യമായ ശരീരമാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു ഉൾക്കാഴ്ച ഈ മക്കൾക്ക് നൽകി. ആ കുഞ്ഞിൻ്റെ ആത്മാവ് പൂർണ്ണമാണ്, ഒരു കുറവുമില്ല. അങ്ങനെയാണ് ദൈവമായ കർത്താവ് ആ കുഞ്ഞിനെ സൃഷ്ടിച്ചത്. എന്നാൽ അവൻ്റെ ശരീരം താൽക്കാലികമായി നൽകപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ഒരു കുറവ് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ മക്കൾക്ക് നൽകി. അത് എന്നെയും ഇരുത്തി ചിന്തിപ്പിച്ചു. ഇത്ര ബോധ്യത്തോടെയുള്ള ഇവരുടെ സന്തോഷപ്രദമായ ജീവിതം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം തിരുവചനം പറയുന്നു: ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുമായിട്ട് മുന്നേറുന്ന കുടുംബങ്ങളെല്ലാം ഈ ഒരു അനുഭവം പാഠമാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോക ജീവിതം നിത്യജീവിതത്തേക്കുള്ള ഒരു കവാടം മാത്രമാണ്, ഒരു തീർത്ഥയാത്ര മാത്രമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബലഹീനതകൾ, അല്ലെങ്കിൽ പൂർണ്ണമായ എന്തെങ്കിലും സംതൃപ്തി നമുക്ക് കരഗതമാകുന്നില്ലെങ്കിൽ ഭയപ്പെടേണ്ട. ഈ ലോക ജീവിതം നമ്മുടെ ഒന്നുമല്ല, നിത്യമായ ജീവിതവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് കരം പിടിച്ച് മുമ്പോട്ട് പോകുമെന്ന് പറയുക. അത് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അതിനുള്ള കൃപ നമുക്ക് ഈ ദൈവികാനന്ദനാഥൻ്റെ ആശീർവാദത്തിൽ നമുക്ക് സ്വന്തമാക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.